രാഹുൽ കസ്റ്റഡിയിലായി എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരം ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകേണ്ടത്. സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനുണ്ട്. സിജോ, ഈ രാഹുൽ കസ്റ്റഡിയിൽ എന്നുള്ള അഭ്യൂഹം എങ്ങനെയാണ് പരക്കുന്നത്? പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സൂചന നമുക്ക് ലഭിച്ചിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാണെന്നോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നോ ഒരു സൂചനയും ലഭിക്കുന്നില്ല. ഈ വിവരം അഭ്യൂഹങ്ങൾ പറഞ്ഞതിന് പിന്നാലെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആളുകളുമായി സംസാരിച്ചു. പക്ഷെ അവർ ആരും ഒരു സ്ഥിരീകരിക്കുന്ന വിവരങ്ങളിലേക്ക് നൽകുന്നില്ല. അന്വേഷണം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു അഭ്യൂഹം കാര്യമായി പ്രചരിക്കാനുള്ളത് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആ കോടതിയിൽ ഉണ്ടായിരിക്കുന്ന പോലീസിന്റെ വലിയ വിന്യാസവും അതോടൊപ്പം തന്നെ കോടതി ടൈം കഴിഞ്ഞിട്ടും മജിസ്ട്രേറ്റ് അവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് അത്തരത്തിൽ അവരവിടെ തുടരാനുള്ള സാധ്യതയെ നമ്മൾ വിലയിരുത്തപ്പെട്ടിരുന്നത്. കാരണം അല്ലെങ്കിൽ കോടതി ടൈം കഴിഞ്ഞിട്ട് മജിസ്ട്രേറ്റ് അവിടെ തുടരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് കോടതിയൊക്കെ പൂട്ടിയ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളിലോട് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിവരങ്ങളിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നു. വൈകാതെ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു വിവരമാണ് പറയുകയും ചെയ്യുന്നത്. പക്ഷേ കസ്റ്റഡിയിലെടുത്തോ എന്നുള്ളത് സംബന്ധിച്ചോ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നുമില്ല. യെസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലായി എന്നും ഇല്ലെന്നുമുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പോലീസാണ് സ്ഥിരീകരിക്കേണ്ടത്, അന്വേഷണ സംഘമാണ് സ്ഥിരീകരിക്കേണ്ടത്. അന്വേഷണ സംഘം ഇതുവരെയും ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇന്ന് ഏറെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പര്യാപ്തമാണ് എന്നാണ് കോടതി പറഞ്ഞത്. പ്രഥമദൃഷ്ട്യാ തെളിവുകൾ രാഹുലിന് എതിരാണ്. ഗർഭചിത്രത്തിനടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളാണ് കോടതി പരിശോധിച്ചത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും മുൻകൂർ ജാമ്യം തള്ളുകയും ചെയ്തത്. അതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലാകും, അറസ്റ്റിലാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ എവിടെയാണ് രാഹുൽ എന്നതിനെക്കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലായിരുന്നു സംശയം. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അദ്ദേഹം ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്തും എന്നുള്ള സൂചനകൾ വന്നു. അതുകൊണ്ട് തന്നെ ഉച്ച മുതൽ അവിടെ പോലീസ് സന്നാഹമുണ്ടായിരുന്നു. BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ DYFI പ്രവർത്തകരും പ്രതിഷേധവുമായി അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഒരു പക്ഷേ അദ്ദേഹം കസ്റ്റഡിയിലായി കാണും. ഇന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ തിരക്കിട്ട് കോടതിയിൽ ഹാജരാക്കേണ്ട അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ട കാര്യമുണ്ടോ എന്നും അറിയില്ല. ഏതായാലും പ്രതിഷേധവുമായി DYFI പ്രവർത്തകരും BJP പ്രവർത്തകരും ഹോസ്ദുർഗ് കോടതിയുടെ പരിസരത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിൻ്റെ വീട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുമ്പോൾ തങ്ങളുടെ പ്രതിഷേധം അതിശക്തമായി രേഖപ്പെടുത്താൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ തമ്പടിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലായി എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. പോലീസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം തരുന്നുമില്ല. ഷഫീഖ്